Hi everyone, welcome to another video of mine. My name is Serafina. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇക്കഴിഞ്ഞ ജൂൺ 5th അപ്ലോഡ് ചെയ്യാനിരുന്ന ഒരു വീഡിയോ ആണ്. ജൂൺ 5th പ്രത്യേകത എന്താ? യെസ്, എൻവയോൺമെന്റ് ഡേ, പ്രകൃതി ദിനമാണ് അല്ലേ. അപ്പം ജൂൺ 5 അപ്ലോഡ് ചെയ്യാനിരുന്നതാണ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് നേച്ചറുമായിട്ടൊക്കെയുള്ള കുറച്ച് ഇൻഫർമേഷൻ തരുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മളെ കൂടുതൽ അവയർനെസ് തരുന്ന കുറച്ച് ബുക്സ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ജൂൺ 5 2025 ജൂൺ 5 മുൻപായിട്ട് ഈ ബുക്സ് നമുക്ക് വായിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇതൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബുക്സ് ഒക്കെ ലൈബ്രറിയിൽ പോയി കണ്ടുപിടിക്കാൻ ശ്രമിക്കണേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്ന ബുക്ക്, ഞാൻ ഇതിനെപ്പറ്റി ഒരു നോട്ട് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ നോട്ട്സിൽ നിന്ന് കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ബുക്ക് എന്ന് പറഞ്ഞാൽ നിശബ്ദ വസന്തം ഓർ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ബുക്കാണ്. സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് റേച്ചൽ കാസൺ ആണ്. അപ്പോൾ റേച്ചൽ കാസനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റേച്ചൽ കാസൺ കുറച്ച് കൺട്രോവേഴ്സി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ്. എന്ന് വെച്ചാൽ ആള് നല്ല വ്യക്തിയാണ്, പക്ഷെ ഈ ആൾക്കെതിരെ പല കേസുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് ഞാൻ പറയാം. അതായത് റേച്ചൽ കാസൺ ഈ വ്യക്തിയെ ആധുനിക പരിസ്ഥിതിവാദത്തിന്റെ അമ്മ എന്നാണ് വിളിക്കുന്നത്. ആധുനിക പരിസ്ഥിതിവാദത്തിന്റെ അമ്മ എന്നാണ് റേച്ചൽ കാസനെ വിളിക്കുന്നത്. അപ്പൊ റേച്ചൽ കാസന്റെ ഈ ഒരു ബുക്കാണ് സൈലന്റ് സ്പ്രിംഗ് അഥവാ നിശബ്ദ വസന്തം. ഈ ഒരു ബുക്കിലൂടെ റേച്ചൽ കാസൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ മനുഷ്യന് ഒട്ടും വിവേകമില്ലാതെ ഒരു ബുദ്ധിപൂർവമല്ലാതെ കീടനാശിനികളൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ അതിന്റെ ആഘാതവും അത് പരിസ്ഥിതിയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഈ ഒരു ബുക്കിലൂടെ റേച്ചൽ കാസൻ നമ്മളോട് പറയുന്നത്. അപ്പൊ റേച്ചൽ കാസനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ലോക ചരിത്രത്തിൽ തന്നെ വലിയ സ്വാധീനം ചെലുത്തിയ അല്ലെങ്കിൽ വലിയ ഒരു ഓളം ഉണ്ടാക്കിയ ഒരു പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ബുക്ക് എഴുതിയ ആളാണ് റേച്ചൽ കാസൺ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ന്യൂയോർക്കർ വാരികയിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയപ്പോഴേ വൻകിട കീടനാശിനി കമ്പനികൾ റേച്ചലിനെതിരെ നിയമ നടപടികളുമായിട്ട് നീങ്ങി. എല്ലാ എതിർപ്പുകളെയും മറികടന്ന് 1962 സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ബുക്ക് റേച്ചൽ പബ്ലിഷ് ചെയ്യുകയാണ്. DTTA ഇൻസെക്ട് ബോംബ് എന്നാണ് റേച്ചൽ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു ബുക്കിലൂടെ നമുക്ക് ഈ ഒരു ഓഥർ പറഞ്ഞു തരുന്ന എന്താന്ന് മനസ്സിലായല്ലോ. കീടനാശിനികളൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് മൂലം പ്രകൃതിയിൽ ഉണ്ടാകുന്ന ആഘാതങ്ങളെ പറ്റിയിട്ടാണ് സൈലന്റ് സ്പ്രിംഗ് എന്ന റേച്ചൽ കാസന്റെ ബുക്ക് പറയുന്നത്. അപ്പൊ ഈ ഒരു ബുക്ക് വായിക്കാൻ പറ്റുകയാണെങ്കിൽ വായിച്ചു നോക്കുക കേട്ടോ. നെക്സ്റ്റ് ബുക്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആണ് മരങ്ങൾ നട്ട മനുഷ്യൻ, ദ മാൻ ഹൂ പ്ലാന്റഡ് ട്രീസ്, മരങ്ങൾ നട്ട മനുഷ്യൻ. അപ്പൊ ഈ ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലൈബ്രറിയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. വരം തുടങ്ങിയ ഭൂമിയിൽ പതിറ്റാണ്ടുകളോളം മരങ്ങൾ നട്ടുപിടിപ്പിച്ച് കിലോമീറ്ററുകൾ നീളമുള്ള കാടുണ്ടാക്കിയ എൽസിയാദ് ബോഫിയർ എന്ന ആട്ടിടയന്റെ കഥയാണ് ഈ ഒരു ബുക്കിലൂടെ, അതായത് ദ മാൻ ഹൂ പ്ലാന്റഡ് ട്രീസ്, മരങ്ങൾ നട്ട മനുഷ്യൻ എന്ന ബുക്കിലൂടെ ജോനോ പറഞ്ഞത്. ഴാൻ ജോനോ എന്നാണ് ഓഥറിന്റെ പേര്. എനിക്ക് ഈ ഓഥറിനെ അറിയത്തില്ല. ഴാൻ ജോനോയാണ് ഈ ഒരു ബുക്കിന്റെ ഓഥർ. ഏതാനും താളുകൾ മാത്രം നീളമുള്ള ഈ പുസ്തകം യഥാർത്ഥ സംഭവമാണെന്ന് വായനക്കാർ കരുതിയിരുന്നു. എന്നാൽ ഇതൊരു കഥ മാത്രമാണെന്നാണ് ജോനോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു സാധാരണ മനുഷ്യന് പോലും പരിസ്ഥിതിയിൽ എത്ര അതിശയകരമായ ഇടപെടലുകൾ നടത്താനാകുമെന്നതിന്റെ സാക്ഷ്യമാണ് മരങ്ങൾ നട്ട മനുഷ്യൻ എന്ന ഈ ഒരു പുസ്തകം. അപ്പൊ ഈ ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഇത് വായിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ബുക്ക് നമുക്ക് നെക്സ്റ്റ് പരിസ്ഥിതി ദിനത്തിന് മുൻപായിട്ട് തന്നെ വായിച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്ത ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആത്മകഥയാണ്. ഈ ഒരു വ്യക്തിയെ പറ്റി അറിയാത്തവർ വളരെ കുറവായിരിക്കും. അതായത് ഗ്രീൻ ബെൽറ്റ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം. ഗ്രീൻ ബെൽറ്റിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. മരങ്ങൾ നശിപ്പിക്കുന്നതിനെതിരെ പോരാടിയ ഒരു പ്രസ്ഥാനമാണ്. ആ ഒരു പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് കാരണക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ അത് രൂപീകരിച്ച വ്യക്തിയാണ് നമ്മുടെ വാങ്കാരി മാതായി എന്ന് പറയുന്ന അവരുടെ ഒരു ആത്മകഥയാണ്.
വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രകൃതിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ഒരു ഗ്രീൻ ബെൽറ്റ് സംഘടനയുടെ ഈ ഒരു ഉപജ്ഞാതാവായ വാങ്കാരി മാതായുടെ ആത്മകഥയാണ് ഈ ഒരു ബുക്ക്. ഇതിന്റെ പേര് തലകുനിക്കാതെ, അൺബൗണ്ട് എ മെമ്മോയർ എന്നാണ് ഈ ഒരു ബുക്കിന്റെ പേര്. അപ്പൊ ഈ ബുക്ക് വായിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഈ ഒരു ബുക്ക് വായിക്കാം. നെക്സ്റ്റ് ജൂൺ 5 മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ബുക്ക് വായിച്ചിരിക്കാം. അപ്പൊ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോളനി ഭരണം മണ്ണിനെയും മരങ്ങളെയും മനുഷ്യരെയും കൊള്ളയടിക്കുന്നതിനെ കുറിച്ച് ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട്. അതായത് ബ്രിട്ടീഷുകാർ പണ്ട് പല ഏഷ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും ഒക്കെ അടക്കി ഭരിച്ചു കോളനിയാക്കി, അവരുടെ കീഴിലുള്ള കോളനിയാക്കി ഭരിച്ചതെന്ന് നമുക്കറിയാലോ. നമ്മുടെ ഇന്ത്യയും അങ്ങനെ ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. അപ്പൊ ബ്രിട്ടീഷുകാർ മാത്രമല്ല പല യൂറോപ്യൻസും ഇതുപോലെ അവരുടെ കോളനികൾ പല ഭൂഖണ്ഡങ്ങളിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊന്നായിരുന്നു ഇവരുടെ നാട്ടിലെ ഒരു കോളനി. അപ്പൊ ആ കോളനി ഭരണം മണ്ണിനെയും മരങ്ങളെയും മനുഷ്യരെയും കൊള്ളയടിക്കുന്നതിനെ കുറിച്ച് ഈ ഒരു ബുക്കിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. തിനയ്ക്ക് പകരം ചോളം കൃഷി ചെയ്യാൻ തുടങ്ങി. ചായ കുടിക്കാൻ ഗോത്ര ജനത ശീലിച്ചു. പ്രകൃതിയോടിണങ്ങി ജീവിച്ച കുട്ടിക്കാലമാണ് വാങ്കാരിയിലെ പരിസ്ഥിതി പോരാളിയെ ഉണർത്തിയത്. ആഫ്രിക്കയിലെമ്പാടുമായി കോടിക്കണക്കിന് മരങ്ങളാണ് വാങ്കാരിയുടെ നേതൃത്വത്തിൽ വെച്ച് പിടിപ്പിച്ചത്. അപ്പൊ ഈ ഒരു ബുക്ക് നിങ്ങൾ വായിച്ചു നോക്കുക. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചിരിക്കേണ്ട അടുത്ത പുസ്തകമാണ് എലിസബത്ത് കോൾബാർട്ട് എഴുതിയ 6ാം വംശനാശം അഥവാ ദ 6th എക്സ്റ്റിങ്ഷൻ ആൻ അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ബുക്ക്. അപ്പൊ ഈ ഒരു ബുക്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. 6ാമത്തെ കൂട്ടവംശനാശത്തിന് നടുവിലൂടെയാണ് ലോകം മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളുമെല്ലാമായിരുന്നു 5 കൂട്ടവംശനാശങ്ങൾക്ക് കാരണമായതെങ്കിൽ 6ാമത്തേതിന് കാരണം എന്തായിരിക്കും? പ്രകൃതിയിൽ മനുഷ്യൻ നടത്തുന്ന വിവേകരഹിതമായ ഇടപെടലുകളാണെന്നാണ് എലിസബത്ത് കോൾബാർട്ട് 6ാം വംശനാശം ഒരു അപ്രകൃതി ചരിത്രം എന്ന പുസ്തകത്തിൽ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം 6ാമത്തെ മനുഷ്യര് മൂലമുണ്ടാകുന്ന വംശനാശം ഈ മനുഷ്യൻ പ്രകൃതിയിൽ കൊണ്ടുവരുന്ന ഈ മോശം കാര്യങ്ങളാണ്. അതുമൂലമായിരിക്കും 6ാമത്തെ വംശനാശം സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഓതർ ഈ ബുക്കിലൂടെ പറയുന്നത്. മനുഷ്യരുടെ ചെയ്തികൾ മൂലം വംശനാശത്തിനിരയായ ജീവജാലങ്ങളെ കുറിച്ച് എലിസബത്ത് ബുക്കിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടതോടെ 6ാം കൂട്ട വംശനാശത്തെക്കുറിച്ച് അനുകൂലവും പ്രതികൂലവുമായ ചർച്ചകൾ ഉയർന്നു വരികയുണ്ടായി. ഈ ബുക്ക് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് മാറുകയും ചെയ്തു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ബുക്കാണ് ഡേവിഡ് വാലസ് വെൽസിന്റെ പാർക്കാനാകാത്ത പാരിടം എന്ന് പറയുന്ന ബുക്ക്. ദ അൺഇൻഹാബിറ്റബിൾ എർത്ത് എ സ്റ്റോറി ഓഫ് ദ ഫ്യൂച്ചർ. അപ്പൊ ഈ ഒരു ബുക്കിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. മനുഷ്യരുടെ ഇടപെടലുകൾ എങ്ങനെയാണ് ഭൂമിയെ ബാധിക്കുന്നതെന്നും അതിന്റെ തീവ്രത എന്താണെന്നും അത്തരം ഒരു ആലോചനയാണ് ഡേവിഡ് വാലസ് വെൽസിന്റെ ഈ ഒരു ബുക്ക് പാർക്കാനാകാത്ത പാരിടം എന്നൊരു ബുക്കിലൂടെ അദ്ദേഹം പറയുന്നത്. ഇറ്റ് ഈസ് വേഴ്സ് മച്ച് വേഴ്സ് ദാൻ യു തിങ്ക് എന്ന് ഞെട്ടിക്കുന്ന വരിയോടെയാണ് പുസ്തകം തുടങ്ങുന്നത്. കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കാൻ നിലവിലെ ശ്രമങ്ങൾ മതിയാകില്ലെന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു. ഈ രീതിയിൽ പോയാൽ 2100 എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കുമെന്നും വാലസ് ബുക്കിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബുക്ക് വായിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഞാനിതുവരെ വായിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ വായിക്കാൻ പോവാണ് അല്ലെ? എല്ലാവരും ഈ ഒരു ബുക്സ് നെക്സ്റ്റ് ജൂൺ 5 മുമ്പായിട്ട് ഈ പറഞ്ഞ ബുക്സ് ഒക്കെ ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്തത് വീണ്ടെടുപ്പിന്റെ തലമുറ. 1973 മുതൽ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നു. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ആഭിമുഖ്യത്തിൽ ലോകമെമ്പാടും നടത്തുന്ന ദിനാചരണത്തിന് ഏതെങ്കിലും ഒരു രാജ്യം ആതിഥ്യം അരുളാറുണ്ട്. സൗദി അറേബ്യയാണ് 2024 ഇങ്ങനെ ആതിഥ്യം അരുളിയത്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള പോയിന്റ്സ്, കുറച്ച് കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് എൻവയോൺമെന്റ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന കുറച്ച് ബുക്സിനെ പറ്റിയിട്ടാണ് അല്ലെ? അപ്പോൾ നെക്സ്റ്റ് 2025 ജൂൺ 5 മുമ്പായിട്ട് ഈ പറഞ്ഞ ബുക്സ് ഒക്കെ എല്ലാവരും ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കാം. So thank you so much for watching my video. Take care. Bye.